ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് 4ാമത്തെ ആപ്ലിക്കേഷനായ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനകം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഈ സെഷനിലെ ഈ ആപ്ലിക്കേഷനിലെ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്ന ആപ്ലിക്കേഷനിലെ അവസാനത്തെ സെഷനാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് 17 to 23 ആൻഡ് അസൈൻമെന്റ്സ് ഫ്രം 7 to 10. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഇന്ന് അവസാനിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ആർ ഡിക്രീസിംഗ് ഓൺ 0π/2? 4 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. cos x, cos 2x, cos 3x and tan x. ഇതിൽ ഏതെല്ലാം ഫങ്ഷൻസ് ആണ് 0π/2 ഡിക്രീസിംഗ് ആവുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, 0π/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഡിക്രീസിംഗ് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം, ഡെറിവേറ്റീവ് കണ്ടിട്ട് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്ന് കിട്ടിയാൽ എന്തായിരിക്കും? ഡിക്രീസിംഗ്. നമ്മുടെ ഉദ്ദേശം ഡെറിവേറ്റീവ് കാണുന്നു, ഡെറിവേറ്റീവ് എവിടെയെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു, f of x = cos x. എന്താണ് cos x ന്റെ ഡെറിവേറ്റീവ്? നിങ്ങൾ പറയൂ. യെസ്, f dash x = -sin x. വെരി സിമ്പിൾ ആണ് അല്ലെ? ഇനി നമ്മൾ നോക്കുന്നത് f dash x പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് x നോക്കൂ. നിങ്ങൾ x ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ sin x പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം sin x പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ -sin x എന്നുള്ളത് കൊണ്ട് ഇതെന്തായിട്ട് മാറും? മൈനസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലെ? മൈനസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് മാറും. ഇവിടെ ബാക്കിൽ മൈനസ് ഉള്ളത് കൊണ്ട് ദിസ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഡിക്രീസിംഗ് എന്നുള്ള ഒരു പരിധിയിൽ ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആണെന്ന് പറയാം അല്ലെ? രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ cos 2x ആണ്. എന്താണ് cos 2x ന്റെ ഡെറിവേറ്റീവ്? നിങ്ങൾ ഒന്ന് പറയാം. ചെയിൻ റൂൾ ഉപയോഗിച്ച് പറയണേ. യെസ്, -sin 2x into 2. -sin 2x into 2. ഇതാണ് -2 sin 2x ആണ് f dash x. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. x എവിടെയാണെന്ന് തന്നിട്ടുണ്ട്? x 0π/2 ആണ് അല്ലെ? x 0π/2 വരുമ്പോ 2x എവിടെ വരും എന്ന് നമ്മൾ നോക്കണം. ഇവിടെ 2x ഉണ്ട്, എന്നാലേ നമുക്ക് സൈനിന്റെ ചിഹ്നം നോക്കാൻ പറ്റുള്ളൂ. x 0 ലെസ് ദാൻ x ലെസ് ദാൻ π/2 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ 2x എവിടെ വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ഇനീക്വാളിറ്റിയെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ 0 ലെസ് ദാൻ 2x ലെസ് ദാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ എന്ന് കിട്ടും. ശരിയല്ലേ? 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെന്ററിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലാസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ടാണ് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2x എവിടെ നിൽക്കുന്നു നോക്കൂ നിങ്ങൾ. 0 ലെസ് ദാൻ 2x ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x എന്ന് പറയുന്ന ഈ ആംഗിള് ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആയി. 0 മുതൽ പൈ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആയി. ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ എന്തായിട്ട് മാറും? സൈൻ പോസിറ്റീവ് ആണ്. അഗെയിൻ സൈൻ ഈസ് പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണ്, പക്ഷെ ബാക്കിൽ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ദിസ് ഈസ് അഗെയിൻ ലെസ് ദാൻ 0 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെഗറ്റീവ് ആണ്. ഓക്കെ, സൈൻ 2x ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റ് വന്നാലും സൈനിന്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ ഈസ് പോസിറ്റീവ്, പക്ഷെ ഇവിടെ -2 ഉള്ളത് കൊണ്ട് ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇതും ഡിക്രീസിംഗ് എന്ന് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ഫംഗ്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഫംഗ്ഷൻ cos 3x ആണ്. cos 3x ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ഉപയോഗിച്ചാൽ -3 sin 3x എന്ന് കിട്ടും. ഓക്കെ, -3 sin 3x. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ് 0യുടെയും π/2ന്റെയും ഇടയിൽ തന്നിരിക്കുന്നത്. x ബിലോങ്സ് 0π/2 ആണ്. അങ്ങനെയാണെങ്കിൽ 3x ന്റെ സ്ഥിതി എന്താണ് നമ്മൾ നോക്കാം. നോക്കൂ നിങ്ങൾ, 0 ലെസ് ദാൻ x ലെസ് ദാൻ π/2. കറക്റ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൊത്തം ഈ ഡബിൾ ഇനീക്വാളിറ്റിയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 ലെസ് ദാൻ 3x ലെസ് ദാൻ 3π/2 എന്ന് കിട്ടും അല്ലെ? 3x എന്ന് പറയുന്ന ആംഗിള് 0യുടെയും 3π/2ന്റെയും ഇടയിലാണ്. ഏതാ 0 3/2 എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ക്വാഡ്രന്റ് വന്നു, സെക്കൻഡ് ക്വാഡ്രന്റ് വന്നു, തേർഡ് ക്വാഡ്രന്റും വന്നു അല്ലെ? ഇത് 0 to π/2 ആണ്. π/2 to പൈ to 3π/2. ഫസ്റ്റ് സെക്കൻഡ് 3 ക്വാഡ്രന്റ്സ്, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞു സൈൻ. അങ്ങനെ 3 ക്വാഡ്രന്റിൽ വരുമ്പോൾ സൈൻ നമുക്കറിയാം ആദ്യത്തെ 2 ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്, പക്ഷെ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ sin 3x ന്റെ വാല്യൂ പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട്,
നെഗറ്റീവും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സൈൻ 3x വാല്യൂ പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട്, നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് വരുമ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ട് മാറും, ബാക്കിൽ നെഗറ്റീവ് ഉള്ളത് കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഒരു വാല്യൂ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ കിട്ടില്ല. ചിലപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ cos 3x ഡെറിവേറ്റീവ് ആവുന്ന -3 sin 3x എക്സിന്റെ വാല്യൂ 0π/2 സംഭവിക്കുമ്പോൾ 3x വാല്യൂ ഫസ്റ്റ് സെക്കൻഡ് 3 ക്വാഡ്രൻസിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈന്റെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നല്ല നമ്മൾ പറയുക, നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് എന്നാണ് പറയാം. ഓക്കെ, കുറച്ച് സ്ഥലത്ത് ഇൻക്രീസിംഗും കുറച്ച് സ്ഥലത്ത് ഡിക്രീസിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ്. അവസാനത്തെ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. tan x. tan x ഡെറിവേറ്റീവ് എന്താണ് പറയൂ? tan x ഡെറിവേറ്റീവ് sec²x അല്ലെ? sec²x പ്രത്യേകത നോക്കൂ നിങ്ങൾ. എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും sec(x) പോസിറ്റീവ് ആണ്. sec²x ഈസ് ഓൾവേസ് പോസിറ്റീവ്. sec² ഇല്ലേ, സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ പറയാം? ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഡിക്രീസിംഗ്, തേർഡ് ഫംഗ്ഷൻ നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് ആണ്, ആൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഡിക്രീസിംഗ് എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ ഡിക്രീസിംഗിന്റെ ആൻസർ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ, cos x ഇതിന്റെ ആൻസർ ആണ്, അതുപോലെ cos 2x ഇതിന്റെ ആൻസർ ആണ്. രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇതിന്റെ ആൻസർ, cos x ആൻഡ് cos 2x. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സിന്റെ റേഞ്ച് ആണ് 0 to π/2. എക്സ് ബിലോങ്സ് ടു 0 to π/2. അങ്ങനെ വരുമ്പോൾ 3x വാല്യൂ 0യുടെയും 3π/2ന്റെയും ഇടയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകം ഈ ഒരു സംഭവം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, 3x ലൈസ് ബിറ്റ്വീൻ 0 and 3π/2. 3x വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില സ്ഥലത്ത് പോസിറ്റീവ് ആയിരിക്കും, ചില സ്ഥലത്ത് നെഗറ്റീവ് ആയിരിക്കും. നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് ആണ് ഈ ഫംഗ്ഷൻ. This function is decreasing, this is decreasing, this is increasing, this is increasing. Okay, you got it. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങിയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. Prove that the function f of x is equal to x square minus x plus 1 is neither increasing nor decreasing on -1, 1. -1, 1 ഈ ഫംഗ്ഷൻ neither increasing nor decreasing എന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് ഡെറിവേറ്റീവ് നോക്കാം. Here f dash x is what? പോളിനോമിയൽ ഫംഗ്ഷനിലെ 2x minus 1. ക്ലിയർ? ഇത് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് നമ്മൾ കണ്ടെത്തണം അല്ലെ? ഈ ഇന്റർവെൽ കാണുമ്പോൾ നമ്മൾ ചോദ്യത്തിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ കണ്ടെത്തണം. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതായിരിക്കും? എഫ് ഡാഷ് എക്സ് 0 മീൻസ് 2x minus 1 is equal to 0, 2x is equal to 1, x is equal to half എന്ന് കിട്ടും. അപ്പൊ x is equal to half ആണ് ഇവിടുത്തെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് ആണ് x is equal to half. ഈ x is equal to half ഈ മൊത്തം ഇന്റർവെൽ, ഇവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ -∞ +∞ അല്ല, -1 + 1 ആണ്. -1 + 1 ഈ ഒരു ഹാഫ് എന്ന് പറയുന്ന പോയിന്റ് രണ്ട് ഇന്റർവെൽ ആക്കി മാറ്റും. ഏതൊക്കെയായിരുന്നു ഇന്റർവെൽ? ഒന്ന് -1 half. -1 ഹാഫില് ഡെറിവേറ്റീവിന്റെ സൈൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. -1 ഹാഫിൽ നമുക്ക് ഒരു വാല്യൂ എടുത്ത് നോക്കാം. ഏതാ -1 ഹാഫിൽ ഒരു വാല്യൂ നിങ്ങൾ പറയൂ? -1 ഹാഫിലല്ലേ 0 അല്ലെ? 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആൻസർ? 0 - 1 നെഗറ്റീവ് കിട്ടും അല്ലെ? എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ്. നിങ്ങൾക്ക് കൊടുത്തു നോക്കാം, ഈ ഇന്റർവെലിൽ ഏത് വാല്യൂ നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. -1 കൊടുക്കാൻ പാടില്ല, ഹാഫ് കൊടുക്കാൻ പാടില്ല, അതിനിടയിലുള്ള ഏത് വാല്യൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, 0.2, 0.1, 0 ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. ഏത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഡിക്രീസിംഗ് എന്ന് കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഇന്റർവൽ ആണ് ½ 1 അല്ലെ? ½ 1 ഒരു വാല്യൂ പറയൂ. ½ 1 പോയിന്റ്, ഇത് 0.5 ആണ്, ഇത് 1 ആണ് അല്ലെ? 0.6, 0.7 ഒക്കെ നമുക്ക് കൊടുത്തു നോക്കാം. 0.6 എന്ന് കൊടുത്തു നോക്കാം നമുക്ക് തൽക്കാലം. 0.6 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? 2 × 0.6 1.28 അല്ലെ? 1.2 - 1 ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. സോ എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് മീൻസ് വാട്ട്? എഫ് ഈസ് ഇൻക്രീസിംഗ്. രണ്ട് കൺക്ലൂഷനേ ഉള്ളൂ. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്, എഫ് ഈസ് ഡിക്രീസിംഗ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഈസ് ഇൻക്രീസിംഗ്. നിങ്ങൾ അഭിപ്രായം പറയേണ്ടത് എഫിനെ കുറിച്ചാണ്, എഫ് ഡാഷിനെ കുറിച്ചല്ല. എഫ് ഡാഷ് വെറും ഒരു ടെസ്റ്റ് മാത്രമാണ്. ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഈസ് ഡിക്രീസിംഗ്. ടെസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എഫ് ഡാഷ് എക്സിന്റെ ചിഹ്നമാണ്. ഓക്കെ, സൈൻ ആണ്. അപ്പൊ എന്തായി നോക്കൂ, -1 മുതൽ ഹാഫ് വരെ ഇത് ഡിക്രീസിംഗും ഹാഫ് മുതൽ 1 വരെ ഇൻക്രീസിംഗും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മൊത്തം ഇന്റർവൽ -1, 1 എടുക്കുമ്പോൾ ഇത് കുറച്ച് സ്ഥലത്ത് ഡിക്രീസിംഗ് ആണ്, കുറച്ച് സ്ഥലത്ത് ഇൻക്രീസിംഗ് ആണ്. അപ്പൊ എന്ത് പറയാം? നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് എന്നായിട്ട് മാറി. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം.
നോക്കൂ, നിങ്ങൾ ഇതിന്റെ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 എന്ന ഒരു പരാബോളയുടെ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. ഇത് -∞ മുതൽ തന്നെ ഇത് ഡിക്രീസിംഗ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് -1 മുതലായതുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. -1 മുതൽ ഇത് അങ്ങോട്ട് നോക്കൂ. -1 മുതൽ ഇങ്ങനെ താഴോട്ട് വന്ന് ഏത് വരെ വന്നു? ഇതാ ഹാഫ് വരെ. കണ്ടോ? ഇതാ 0.5 കണ്ടില്ലേ? 0.5 വരെ ഇത് ഡിക്രീസിംഗ് ആണ്. പിന്നീട് ഹാഫ് മുതൽ ഇൻഫിനിറ്റി വരെ ഇത് ഇൻക്രീസിംഗ് ആണ്. പക്ഷെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് 1 വരെ മാത്രമാണ്. ഈ ഒരൊറ്റ പീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആ പീസിൽ തന്നെ ഇത് ഡിക്രീസിംഗും വരുന്നുണ്ട്, ഇൻക്രീസിംഗും വരുന്നുണ്ട്. അതുകൊണ്ട് നെയ്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് എന്നാണ് നമ്മൾ പറയുക. മൊത്തത്തിൽ ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അതേസമയം -1 മുതൽ ഹാഫ് വരെ ഇത് ഡിക്രീസിംഗ് ആണ്, ഹാഫ് മുതൽ 1 വരെ ഇത് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, ബട്ട് -1 എന്നുള്ള ഇന്റർവൽ നമ്മൾ ടോട്ടലി എടുക്കുമ്പോൾ ഇതെന്താണ്? നെയ്തർ ഇൻക്രീസിംഗ് nor decreasing. Clear? Next question number 19. Question വായിച്ചു നോക്കൂ. For what values of a the function f is given by f of x is increasing on 1, 2 എന്നാണ്. Question clear ആണല്ലോ? ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞു. 1, 2 ഇൻക്രീസിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താവണം എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഇൻക്രീസിംഗിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് f dash x പോസിറ്റീവ് ആക്കിയിട്ടാണ്. സോ ഫസ്റ്റ് വി റൈറ്റ് f dash x. വാട്ട് ഈസ് f dash x ഹിയർ? x സ്ക്വയർ ഡെറിവേറ്റീവ് 2x അല്ലെ? 2x plus a. ക്ലിയർ ആണല്ലോ? f dash x is 2x plus a. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയുടെ ഏത് വാല്യൂവിനാണ് ഇത് ഇൻക്രീസിംഗ് എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ബിറ്റ്വീൻ 1 and 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കണേ. എക്സിന്റെ വാല്യൂ ബിറ്റ്വീൻ 1 and 2. 1 less than or equal to x less than or equal to 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടോ? 1, 2 എന്ന് പറഞ്ഞില്ലേ? 1 less than or equal to x less than or equal to 2 it is given. ഇനി നമ്മൾ നോക്കുന്നത് 2x plus a യുടെ അവസ്ഥ എന്താ നോക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൊത്തത്തിൽ ഈ ഡബിൾ ഇനീക്വാളിറ്റിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 less than or equal to 2x less than or equal to 4. കറക്റ്റ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലാസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ എല്ലാ സ്ഥലത്തും പ്ലസ് എ ചേർക്കാണ്. ഈ ഡബിൾ ഇനീക്വാളിറ്റിയുടെ ഈ ഇനീക്വാളിറ്റിയെ മൊത്തത്തിൽ പ്ലസ് എ ചേർക്കാണ്. അപ്പൊ എന്തായിട്ട് മാറും? 2 plus a, 2x plus a, 4 plus a. ഒരു കുഴപ്പമില്ലല്ലോ. ഇനീക്വാളിറ്റിയെ മൊത്തത്തിൽ നമ്മൾ പ്ലസ് എ ചേർത്തു. ശരി. ഇനി നമ്മൾ ഈ സെന്ററിൽ കാണുന്ന നോക്കൂ നിങ്ങൾ. ഈ സെന്ററിൽ കാണുന്ന ആൾ f dash x അല്ലേ? ആണല്ലോ. സോ വി ക്യാൻ റൈറ്റ് 2 plus a less than f dash x less than or equal to 4 plus a. കറക്റ്റ്. ഇനി എഫ് ഇൻക്രീസിംഗ് ആവണമെങ്കിൽ നമുക്കറിയാം f dash x പോസിറ്റീവ് ആവണം. ക്ലിയർ? f dash x പോസിറ്റീവ് മീൻസ് f dash x ഗ്രേറ്റർ ദാൻ 0 എന്ന് വരണം. ഈ f dash x ന്റെ ഭാഗം നോക്കൂ നിങ്ങൾ. f dash x ഇവിടെ ലെസ് ദാൻ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ f dash x നോക്കൂ. ഈ ഭാഗം നോക്കൂ. ഇത് പോസിറ്റീവ് എന്ന് വരണമെങ്കിൽ ഈ ഭാഗം എന്ത് വരണം? ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് സംഭവിക്കണ്ടേ? f dash x ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നാലല്ലേ നമുക്ക് ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ f dash x ഇവിടെ തിരിച്ചു വായിക്കണം കേട്ടോ. ഇത് f dash x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 plus a എന്ന് അവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ 2 plus a എന്തായിരിക്കണം? പറയൂ. 2 plus a എന്നുള്ള സംഭവം എന്തായിരിക്കണം? 2 plus a ന്റെ സ്ഥാനത്ത് 0 വരണം അല്ലെ? 2 plus a ഗ്രേറ്റർ ദാൻ 0 വരണം. 2 plus a f dash x is greater than 0 means 2 plus a greater than 0. ഇവിടെ greater than 0 എന്ന് സംഭവിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a greater than -2 എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ f dash x എഴുതുന്നു. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് x 1-ന്റെയും 2-ന്റെയും ഇടയിലാണെന്ന് പറയുന്നു. നമ്മൾ ഈ സെന്ററിൽ വരുന്ന എക്സിന് നമ്മൾ f dash x ലേക്ക് കൊണ്ടുവരുന്നു. f dash x ആവാൻ വേണ്ടിയിട്ട് ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ പ്ലസ് a ചെയ്തു. ഇനി ഈ f is increasing, f dash x is greater than 0. ഈ f dash x ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് greater than 0 എന്ന് ഇവിടെ വരണമെങ്കിൽ 2 plus a greater than 0 വരണം. That is a greater than -2. So the values of a is a greater than -2. Next question number 20. ഈ ക്വസ്റ്റ്യൻ നമ്പർ 20, ക്വസ്റ്റ്യൻ നമ്പർ 21 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ പബ്ലിക് പരീക്ഷയ്ക്ക് ഗ്രാഫ് ഒക്കെ തന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ്. രണ്ടും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടെ ചോദ്യം ഇതാണ്. ഇൻ ഫിഗർ ഗീവ്സ് ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ f of x. നന്നായി ശ്രദ്ധിക്കണം. ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x. ഫൈൻഡ് ദി ഇന്റർവെൽസ് ഇൻ വിച്ച് f of x is increasing or decreasing. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആവുന്ന ഇന്റർവെൽസ് എഴുതാനാണ്. വളരെ കൃത്യമാണ് ചോദ്യം. ഗ്രാഫ് നോക്കൂ നിങ്ങൾ. ഇതിവിടെ പ്രത്യേകിച്ച് ഇവിടെ കട്ടിംഗ് ഒന്നുമില്ല. ഗ്രാഫ് ഇത് ഇൻഫിനിറ്റിലേക്ക് പോവാണ്. -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇൻഫിനിറ്റിയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഓൾസോ റൈറ്റ് f of x എന്നുണ്ടല്ലേ. ഈ ഫംഗ്ഷൻ -ഇൻഫിനിറ്റിയിൽ ഇങ്ങനെ വന്നിട്ട് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഏത് വരെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്? 1 വരെ ഇത് ഡിക്രീസിംഗ് ആണ്.
നോക്കൂ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് ഈ ഫംഗ്ഷൻ ലാൻഡ് ചെയ്യാണ് അല്ലെ. എവിടെ ലാൻഡ് ചെയ്യുന്നത്? 1-ലാണ് ലാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഈ ഗ്രാഫ് എന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡിക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി 1. അതേസമയം 1ന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. 1ന്റെ റൈറ്റ് സൈഡിലേക്ക് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇൻക്രീസിംഗ് ഇൻ 1 ഇൻഫിനിറ്റി. വളരെ സിമ്പിൾ അല്ലേ? അല്ലെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഡിക്രീസിംഗ്, 1 to ഇൻഫിനിറ്റി ഇൻക്രീസ്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൃത്യമായിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഗ്രാഫ് ഇവിടെ കട്ട് ചെയ്തു കറക്റ്റ് ഇവിടെ -1 അങ്ങനെയാണെങ്കിൽ -1 മുതൽ +1 വരെ എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഗ്രാഫ് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ റൈറ്റിലേക്ക് ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ എഴുതിയത്. ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ആൻസർ. ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആൾസോ റൈറ്റ് എഫ് ഓഫ് എക്സ് എന്നാണ്. ഫംഗ്ഷന്റെ പേര് എന്ന് എഴുതണം. നമുക്കറിയാം ഫംഗ്ഷൻ പരാബോളയാണെന്ന് മനസ്സിലാക്കി വെക്കുക ആദ്യം അല്ലെ. പരാബോളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പരാബോളയുടെ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെയാണ് ഇതിന്റെ വെർട്ടെക്സ് എങ്കിൽ ഇത് x² ഗ്രാഫ് നിങ്ങൾക്ക് നല്ല പരിചയം വേണം. അപ്പൊ x² ഗ്രാഫ് ഒരു യൂണിറ്റ് വലത്തോട്ട് എടുത്തു വെച്ചതാണ്. ഓക്കെ, x² ഗ്രാഫ് ഒരു യൂണിറ്റ് വലത് സൈഡിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? പറയാൻ പറ്റുമോ? നമുക്കൊന്ന് ജിയോജിബ്രയിൽ നോക്കാം. അതിന്റെ ഷേപ്പുകൾ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. നിങ്ങൾക്ക് പരാബോളയുമായി ബന്ധപ്പെട്ട ഗ്രാഫുകൾ കൃത്യമായിട്ട് വരക്കാൻ അറിയണം കേട്ടോ. ഒരു പ്രാവശ്യം പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഒരു യൂണിറ്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? -1 എന്നായിട്ട് മാറില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നത് y = x² ഗ്രാഫാണ്. ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ x-1² എന്നായിട്ട് മാറും. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ലാണ് 0 സംഭവിക്കുന്നത്. ഇവിടെ നോക്കി x-ന് 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ y = 0. അപ്പൊ 1ലാണ് 0 സംഭവിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ x-1 എന്നായിരിക്കും. ഇപ്പൊ 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്താലോ? 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? നിങ്ങൾ പറയാം. 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ x-2² കണ്ടല്ലോ. 3 യൂണിറ്റ് ആണെങ്കിലോ? വലതുവശത്തേക്കാണെങ്കിൽ x-3². അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? നോക്കൂ, ശ്രദ്ധിക്കണേ. ഇത് x-1². 1ലാണ് വെർട്ടെക്സ്. കണ്ടോ? ഇവിടെ 1ൽ x-ന് 1 എന്ന് കൊടുത്താൽ 0 എന്ന ആൻസർ കിട്ടും. x-ന് 0 എന്ന് കൊടുത്താൽ ആൻസർ y = 1 എന്ന് കിട്ടും. അങ്ങനെ 2 പോയിന്റ്സ് ചെക്ക് ചെയ്താൽ മതി. ഈ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു യൂണിറ്റ്, ഇത് നിങ്ങൾ കാണുന്ന ഗ്രാഫ് x² അല്ലെ. ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഗ്രാഫിന്റെ പേര് എന്തായിരിക്കും? ഫംഗ്ഷന്റെ പേര് x+1² എന്നായിരിക്കും. കണ്ടോ? ലെഫ്റ്റ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും. ഇവിടെ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ആകുമ്പോഴോ x+2². അപ്പൊ ആ റൈറ്റും ലെഫ്റ്റും നോക്കി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, 1 യൂണിറ്റ് റൈറ്റിലേക്ക് പോയാൽ x-1². 2 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ x-. നമ്മൾ ഏത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? x² ഗ്രാഫ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അത് ഹൊറിസോണ്ടൽ ഓറിയന്റേഷൻ ആണ്. നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കൂ നിങ്ങൾ. ഇത് x² ഗ്രാഫാണ് അല്ലെ. ഒരു യൂണിറ്റ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 1 യൂണിറ്റ് എബവ് ആണെങ്കിൽ ഇത് x²+1 ആയിരിക്കും. ശ്രദ്ധിക്കുക, x² കൂടെ ഒരു യൂണിറ്റ് ജമ്പ് ചെയ്തു, x²+1. ഇതോ 2 യൂണിറ്റ് ജമ്പ് ചെയ്തു, x² 2 യൂണിറ്റ്, അപ്പൊ x²+2. ക്ലിയർ? ഒരു യൂണിറ്റ് കൂടെ ചെയ്താലോ 3 യൂണിറ്റ് ആണെങ്കിൽ x²+3. അപ്പൊ ഈ 2 ഓറിയന്റേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, y = x² എന്നുള്ള പരാബോളയുടെ 2 ടൈപ്പ് മൂവ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പൊ ഇതേതാ ഗ്രാഫ്? y = x-1². ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നന്നായി ശ്രദ്ധിക്കണം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഫിഗറിന്റെ പ്രത്യേകത, ഇത് ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, ഇത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. f'(x)ന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഏതോ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. അപ്പം ഇത് ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ്. ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വെച്ചിട്ട് എവിടെയെല്ലാമാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുന്നത്, ഡിക്രീസിംഗ് ആവുന്നത്, ഇവിടെയാണ് നമ്മൾ ആ തിയറം മനസ്സിലാക്കി വെക്കേണ്ടത്. ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവിന്റെ സൈൻ നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നമുക്ക് 3 കോളം വരച്ച് നോക്കല്ലേ. 3 കോളം വരച്ചിട്ടല്ലേ നമ്മൾ ആൻസർ എഴുതാം. ഇവിടെ 2 പോയിന്റ്സ് നിങ്ങൾ കാണുന്നുണ്ട്. f'(x) ഇത് f'(x) ആണ് കേട്ടോ. f'(x) x ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് -2ഉം +2ഉം. എന്താണ് f'(x) ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, x ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്ന പോയിന്റ് എന്നാണ്
അല്ലെ? എഫ് ഡാഷ് എക്സ് 0 വരുന്ന പോയിന്റ്സ് ആണ് എന്ത്? ഈ എക്സ് ആക്സിനെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ 0 വരാന്നാണ്. ഇവിടെ എഫ് ഡാഷ് ആണ് ഫംഗ്ഷൻ. അപ്പൊ എഫ് ഡാഷ് എക്സ് 0 വരുന്ന 2 പോയിന്റ്സ് ആണ് -2 +2. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. എഫ് ഡാഷ് എക്സ് 0 വരുന്ന 2 പോയിന്റ്സ് ആണ് -2 +2. അപ്പൊ നമ്മളെ മൊത്തം ഇന്റർവെൽ എത്ര കഷ്ണങ്ങളായി? 3 ഇന്റർവെൽസ് ആയിട്ട് മാറി. ഏതാണ് ഒന്നാമത്തെ ഇന്റർവെൽ? -∞ മുതൽ -2 വരെ ഒരു ഇന്റർവെൽ. രണ്ടാമത്തെ ഇന്റർവെൽ -2 മുതൽ +2 വരെ രണ്ടാമത്തെ ഇന്റർവെൽ. ഓക്കെ. മൂന്നാമത്തെ ഇന്റർവെൽ ഏതാ? 2 to ∞. അപ്പൊ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇതാണ്. മൊത്തം 3 ഇന്റർവെൽസ് ഉണ്ട്. ഒന്ന് -∞ മുതൽ -2, രണ്ടാമത്തത് -2 to +2, മൂന്നാമത്തത് 2 to ∞. ഇനി നമ്മൾ സൈൻ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ സൈൻ എങ്ങനെ ചെക്ക് ചെയ്യും? എക്സ് ആക്സിന്റെ മുകളിലുള്ള ഭാഗം ഫുൾ ഗ്രാഫ് പോസിറ്റീവ് ആണ്. നമ്മൾ എപ്പോഴും പറയാ y പോസിറ്റീവ് എപ്പോഴാ? എക്സ് ആക്സിന്റെ മേലെ y പോസിറ്റീവ്, എക്സ് ആക്സിന്റെ താഴെ നെഗറ്റീവ് അല്ലേ? അപ്പൊ എക്സ് ആക്സിസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. എക്സ് ആക്സിന്റെ എബവ് ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ബിലോ ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, -∞ മുതൽ -2 വരെ ഈ ഗ്രാഫ് എക്സ് ആക്സിന്റെ മുകളിലാണ്. എക്സ് ആക്സിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ്. y വാല്യൂ പോസിറ്റീവ് എന്നല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്. കാരണം അത് എബവ് ദി എക്സ് ആക്സിസ് ആണ്. അപ്പൊ നേച്ചർ എന്തായി? ഇൻക്രീസിംഗ് എന്നായി. ഓക്കെ. അതേസമയം -2 മുതൽ +2 വരെ ഗ്രാഫ് എൻറ്റയർലി ലൈസ് ബിലോ ദി എക്സ് ആക്സിസ് ആണ്. -2 മുതൽ +2 വരെ ഗ്രാഫ് എവിടെയാണ്? ഫംഗ്ഷന്റെ അല്ല, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സിന് താഴെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ നെഗറ്റീവ് വന്നു എന്നാണ്. ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതായത് എഫ് ഡാഷിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. എഫ് ഡാഷ് ഈസ് നെഗറ്റീവ് മീൻസ് വാട്ട്? ഡിക്രീസിങ്. അതേസമയം 2 to ∞ നോക്കൂ നിങ്ങൾ. 2 to ∞ എന്താണ്? ഗ്രാഫ് ലൈസ് എബവ് ദി എക്സ് ആക്സിസ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇൻക്രീസിങ്. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ് തന്നതെങ്കിൽ ഗ്രാഫ് എക്സ് ആക്സിന്റെ മേലെ വരുന്നതൊക്കെ പോസിറ്റീവ്, എക്സ് ആക്സിന്റെ താഴെ വന്നാൽ നെഗറ്റീവ് ആയിരിക്കും. എക്സ് ആക്സിന്റെ മുകളിൽ പോസിറ്റീവ്, എക്സ് ആക്സിന്റെ താഴെ നെഗറ്റീവ്. അപ്പൊ എക്സ് ആക്സിന്റെ മുകളിൽ വരുന്ന നോക്കൂ നിങ്ങൾ, -∞ മുതൽ -2 വരെ എക്സ് ആക്സിന്റെ മുകളിലാണ് പോസിറ്റീവ്. കണ്ടോ? -2 to +2 എക്സ് ആക്സിന്റെ താഴെയാണ്, ബിലോ ദി എക്സ് ആക്സിസ് ആണ്. സോ നെഗറ്റീവ്, ഡിക്രീസിങ്. അഗെയിൻ 2 to ∞, ഗ്രാഫ് ലൈസ് അബവ് ദി എക്സ് ആക്സിസ്, therefore it is positive, ഇൻക്രീസിങ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ക്ലിയർ? അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കരുത്, ഈ ഗ്രാഫ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഡിക്രീസിങ് എന്ന് പറയരുത്. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിന്റെ സൈനാണ് നോക്കേണ്ടത്. സൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന്റെ മുകളിലാണോ എക്സ് ആക്സിന് താഴെയാണോ നോക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. ഗ്രാഫ് ഇറങ്ങി വരുമ്പോൾ ഡിക്രീസിങ്, ഗ്രാഫ് കയറി പോകുമ്പോൾ ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ. പക്ഷെ ഇവിടെ ഗ്രാഫ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ഗ്രാഫിന്റെ പൊസിഷൻ എക്സ് ആക്സിന്റെ മുകളിൽ വരുമ്പോൾ അത് പോസിറ്റീവ്, എക്സ് ആക്സിന് താഴെ വരുമ്പോൾ നെഗറ്റീവ്. കാരണം ഇത് എഫ് ഡാഷ് ആണ്. എഫ് ഡാഷ് ആണ് നോക്കുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22 ഒന്ന് വായിച്ചു നോക്കൂ. ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്റർവെൽസ് ഈസ് ദി ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്? ഏത് ഇന്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് എന്നാണ് ചോദ്യം. ഡിക്രീസിങ് ആവുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുന്ന നോക്കിയാൽ മതി അല്ലേ? നോക്കാം നമുക്ക്. ഇവിടെ f of x, x raised to 100 plus sin x minus 1. What is f dash x? f dash x എന്ന് പറയൂ. f dash x നിങ്ങൾക്ക് അറിയാം, 100 x raised to 99 plus cos x. വെരി സിമ്പിൾ അല്ലേ? sin x ഡെറിവേറ്റീവ് cos x, ഇത് x raised to 100 ഡെറിവേറ്റീവ്. ഇനി എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആവുന്ന സന്ദർഭം നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമത്തെ ഇന്റർവെൽ നോക്കൂ, 0, 1 എന്ന ഏത് 0യുടെയും 1ന്റെയും ഇടയിലുള്ള ഏത് വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും കോസ് എക്സ് പോസിറ്റീവ് ആണ്. കാരണം അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. 0, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആംഗിൾ ആണ്. കോസ് എക്സ് പോസിറ്റീവ് ആണ്. എക്സ് റേസ് 99 പോസിറ്റീവ് ആണ്, കാരണം എക്സ് പോസിറ്റീവ് ആണ്. സോ എഫ് ഡാഷ് എക്സ് ഇസ് ക്ലിയർലി പോസിറ്റീവ്. ഇൻ 0, 1 എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ്. ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു എക്സ്പ്രഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത് നോക്കാം നമുക്ക്. 0π/2 നോക്കാം കേട്ടോ. 0π/2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ കോസ് എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ 0π/2 എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് നമ്പർ ആണ്. എക്സ് റേസ് 99 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ്, ആൻസർ പോസിറ്റീവ് കിട്ടും. ഓക്കെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ്, എക്സ് റേസ് 99 ചെയ്താലും പോസിറ്റീവ്. സോ ദ ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടും ഇൻക്രീസിംഗ് എന്നാണ്. ഓക്കെ. മൂന്നാമത്തെ ഇന്റർവെൽ നോക്കാം. π/2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. സോറി, π/2π എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോ കോസ് എക്സ് എന്തായിട്ട് മാറും? കോസ് എക്സ് നെഗറ്റീവ് ആയിട്ട് മാറും.
പക്ഷെ അതേസമയം ഇവിടെ π/2 π നമ്മൾ x⁻99 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് കേട്ടോ. x⁻99 എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ ആയിരിക്കും, വലിയ നമ്പർ ആയിരിക്കും. π/2 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് അല്ലെ 1 പോയിന്റ് സംതിങ്. അപ്പൊ 100-നേക്കാൾ വലിയ നമ്പർ ആയിരിക്കും ഇത്. പക്ഷെ ഈ cos x നെഗറ്റീവ് ആണെങ്കിലും മിനിമം എത്രയായിരിക്കും? -1 ആണ്. -1 ആണ് അല്ലെ. -1 വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് എത്തുമ്പോൾ cos x നെഗറ്റീവ് ആണെങ്കിലും cos x ന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരെ വരുള്ളൂ. പക്ഷെ ഇവിടെ -100-നേക്കാൾ വലിയ നമ്പറാണ് വരിക. 100-നേക്കാൾ വലിയ നമ്പറിന് ഒരു -1 ഒരു 1 മൈനസ് ചെയ്ത് പോയാലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് 100 ആണ്, ഇത് -1 ആണെന്ന് വിചാരിച്ചോളൂ. മിനിമം -1 അല്ലേ വരുള്ളൂ. 100 -1 വന്നില്ലേ, ഇത് കറക്റ്റ് 100 അല്ല, 100-നേക്കാൾ വലിയ നമ്പർ വരും കേട്ടോ. അപ്പൊ എന്തായാലും ഇത് പോസിറ്റീവ് ആയിരിക്കും. Therefore f'(x) is again positive. അപ്പൊ ഈ മൂന്ന് സന്ദർഭങ്ങളിലും f'(x) ന്റെ വാല്യൂ f'(x) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടുകയുള്ളൂ. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഇന്റർവെല്ലിൽ f'(x) പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഈ 0 π/2 ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എക്സ്പ്രഷൻ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ഈ π/2 πയിലെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവ് കിട്ടും. cos x നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല, അത് മാക്സിമം 1 മിനിമം -1 വരെയല്ലേ വരുള്ളൂ. പക്ഷെ ഇത് 100-നേക്കാൾ വലിയ നമ്പർ ആണ്, അതുകൊണ്ട് ഇത് അഗൈൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഈ മൂന്ന് കോണ്ടെക്സ്റ്റിലും f'(x) പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ് എന്ന ആൻസർ കിട്ടും. അപ്പൊ ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ ആണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദീസ് ആയിരിക്കും ഇതിന്റെ ആൻസർ. ഒരു ഇന്റർവെല്ലിലും ഇത് ഡിക്രീസിങ് ആവില്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ആപ്ലിക്കേഷനിലെ അവസാനത്തെ ചോദ്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. The interval in which y is equal to x square e raised to -x is increasing. ഇത് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിംഗ് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് ഇന്റർവെല്ലിലാണ് ഇൻക്രീസിംഗ് ആവുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. f(x)ന് പകരം ഇവിടെ y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. y is equal to x square e raised to -x. നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ. നമുക്ക് നേരിട്ട് ആൻസർ ചെയ്താൽ f'(x) is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. x സ്ക്വയർ ഡെറിവേറ്റീവ് ടു x. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ ഈസ് ടു x. നമ്മൾ ഇവിടെ കോമൺ ഫാക്ടർ എടുക്കുന്നു. x കോമൺ ആണ്, e raised to -x കോമൺ ആണ്. നമ്മൾ ആദ്യം പോസിറ്റീവ് ടേം എഴുതാട്ടോ. ഇവിടെ പോസിറ്റീവ് ടേം ഇതല്ലേ, ആദ്യം 2 എഴുതുന്നു, മൈനസ് ഇവിടെ x. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 2e raised to 2x e raised to -x ഇവിടെ ഉണ്ട്. പിന്നീട് -x square e raised to -x. ക്ലിയർ ആണല്ലോ? ഇതാണ് y'. ഈ y' എപ്പോഴാണ് 0 വരിക? നമുക്ക് നോക്കാം. ഇന്റർവെൽസ് കാണണമെങ്കിൽ നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന് 0 കൊടുക്കണം. ഈ ഒരു എക്സ്പ്രഷൻ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. e raised to -x into x into 2 - x. ഞാൻ റീറൈറ്റ് ചെയ്തതാണ്. ഈ ഒരു എക്സ്പ്രഷൻ എപ്പോഴാണ് 0 വരിക? e raised to -x ഒരിക്കലും 0 വരില്ല. ഓക്കെ, പിന്നീട് സാധ്യതയുള്ളത് x 0 വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ x 2 വന്നാലും 0 വരും. രണ്ട് സന്ദർഭത്തിൽ ഇത് 0 വരും. when x is equal to 0 or x is equal to 2. y' is equal to 0 gives x is equal to 0 അല്ലെങ്കിൽ x is equal to 2. ഉണ്ടോ? x is 2 കൊടുത്താൽ 0 വരും, 0 കൊടുത്താലും 0 വരും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ മൊത്തം ഇന്റർവെലിനെ 3 ഇന്റർവെൽ ആക്കി നോക്കാം അല്ലെ. ഏതൊക്കെയാണ് ഇന്റർവെല്? -∞ മുതൽ 0 വരെ ഫസ്റ്റ് ഇന്റർവെൽ, 0 to 2 സെക്കൻഡ് ഇന്റർവെൽ, 2 to infinity തേർഡ് ഇന്റർവെൽ. ഇങ്ങനെ 3 ഇന്റർവെൽസ് ആണ് നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം -∞ മുതൽ 0, 0 to 2, 2 to infinity. ഇതിൽ ഓരോന്നിലും നമുക്ക് f'(x)ന്റെ സൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് ഇന്റർവെല്ലിൽ ഒരു നമ്പർ പറയും നിങ്ങൾ, -∞ to 0. ഏത് നമ്പറും പറയാം. ഫോർ എക്സാമ്പിൾ -1 എടുത്തു വിചാരിച്ചോ. -1 എന്ന് നമ്മൾ ഈ ഡെറിവേറ്റീവ് കൊടുത്തു നോക്കാം. -1 കൊടുത്താൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൈൻ ഓഫ് f' ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. f'(x) ഞാൻ ഇവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. f'(x) എന്ന് പറഞ്ഞാൽ y' ആണല്ലോ. ഇവിടെ ഇതിന്റെ സൈൻ e raised to -x ഫുൾ ടൈം പോസിറ്റീവ് ആണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സിന് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും എല്ലാം e raised to x എന്താണ്? e raised to x ഫുൾ ടൈം പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആകെ നോക്കേണ്ടത് ഈ രണ്ട് ടേംസ് മാത്രം നോക്കിയാൽ മതി. എക്സും 2 - x മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ആദ്യമേ ഈ ഇന്റർവെല്ലിൽ ഒരു -1 കൊടുത്തു നോക്കാം. -1 കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ നെഗറ്റീവ് ആയിരിക്കും.
ഇതാ ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ നെഗറ്റീവ് ആവും. ഇവിടെ -1 കൊടുത്താലോ 2 മൈനസ് -1 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ആൾ നെഗറ്റീവ്, രണ്ടാമത്തെ ആൾ പോസിറ്റീവ്. അപ്പൊ എങ്ങനെ കിട്ടി? ഫസ്റ്റത്തെ മെമ്പർ നെഗറ്റീവ്, ഫസ്റ്റത്തെ ഇയാൾ നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ ഇത് പോസിറ്റീവ് ആയിരിക്കും. -1 കൊടുത്താൽ ഇത് 2 മൈനസ് -1 ആവും അല്ലെ. അപ്പൊ പോസിറ്റീവ് ആയി. ഇപ്പൊ മൊത്തത്തിൽ എന്തായി? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ എഫ് ഡാഷിന്റെ സൈൻ നെഗറ്റീവ് ആണ്. സോ ഇത് ഈസ് ഡിക്രീസിങ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നെഗറ്റീവ് വരും, പക്ഷെ ഇത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. -3 കൊടുത്താലോ -2 കൊടുക്കാലോ നമുക്ക് വേണമെങ്കിൽ. -2 കൊടുത്താൽ ഇത് നെഗറ്റീവ്, ഇത് 5 ആയിട്ട് മാറും. 2 മൈനസ് -2 4 ആയിട്ട് മാറും. -3 കൊടുത്താൽ 2 മൈനസ് -3 5 ആയിട്ട് മാറും. ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇത് രണ്ടാമത്തെ ബ്രാക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും, ഒന്നാമത്തെ ബ്രാക്കറ്റ് നെഗറ്റീവ്. സോ മൊത്തത്തില് നെഗറ്റീവ്. സെക്കൻഡ് ഇന്റർവെലിൽ ഒരു പോയിന്റ് പറയൂ. 0-2 ഒരു പോയിന്റ് പറയൂ. 1 അല്ലെ, 0-2 ഒരു പോയിന്റ് ആണല്ലോ 1 കൊടുത്തു നോക്കാം നമുക്ക്. ഇവിടെ 1 കൊടുത്താൽ പോസിറ്റീവ്, ഇവിടെ 1 കൊടുത്താലോ പോസിറ്റീവ് അല്ലെ. പോസിറ്റീവ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? പോസിറ്റീവ് കിട്ടും. സോ ഇൻക്രീസിംഗ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ലാസ്റ്റ് ഇന്റർവെലിൽ ഒരു പോയിന്റ് പറയൂ. 2 ഇൻഫിനിറ്റി. നമുക്കൊരു പോയിന്റ് എടുക്കാം, 3 എടുക്കാം അല്ലെ. 3 ഒന്ന് കൊടുത്തു നോക്കാം. ഇത് ഫുൾ ടൈം പോസിറ്റീവ് ആണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. e⁻⁶ 3 എന്ന് കൊടുത്താൽ ഇത് പോസിറ്റീവ്, പക്ഷെ ഈ രണ്ടാമത്തെ ടേം നോക്കൂ, ബ്രാക്കറ്റിനകത്തെ ടേമിൽ നമ്മൾ 3 കൊടുത്താൽ 2 മൈനസ് 3 എന്ന് വരും അല്ലെ. 2 മൈനസ് 3 എന്താണ്? നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ ആദ്യത്തേത് പ്ലസ് ആണ്, പക്ഷെ രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. ആദ്യം പ്ലസ് വരും, പിന്നെ നെഗറ്റീവ് വരും. സോ മൊത്തത്തിൽ എന്തായിരിക്കും ആൻസർ? പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വരും, നെഗറ്റീവ് ആൻസർ കിട്ടും. നെഗറ്റീവ് വന്നാൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഡിക്രീസിങ്. അപ്പം f'(x)ന്റെ സൈൻ നെഗറ്റീവ് വന്നാൽ ഡിക്രീസിങ്, പ്ലസ് വന്നാൽ പോസിറ്റീവ് വന്നാൽ ഇൻക്രീസിങ്. സെയിം കൺക്ലൂഷൻ. ആകെ 2 കൺക്ലൂഷൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എന്തായിരിക്കും ആൻസർ? ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ വിച്ച് ഇന്റർവെൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്നല്ലേ ചോദ്യം. ഇവിടെ ഇൻക്രീസിങ് എന്ന് സംഭവിക്കുന്നത് ഏത് ഇന്റർവെലിലാണ്? 0-2 ഇത് ഇൻക്രീസിങ് ആണ്. സോ അവർ ആൻസർ ഈസ് വാട്ട്? 0-2 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ സൈൻ നോക്കിയത് മനസ്സിലായല്ലോ. ഈ ഇന്റർവെലിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. നിങ്ങൾക്ക് -2, -1, -3, -4, -10 ഏത് പോയിന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ f'(x)ലാണ് ചെക്ക് ചെയ്യേണ്ടത്. e⁻⁻x നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, അത് ഫുൾ ടൈം പോസിറ്റീവ് ആണ്. ആകെ ചെക്ക് ചെയ്യേണ്ടത് ഈ 2 ടേം മാത്രമാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. 0-2 ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, പക്ഷെ സൗകര്യത്തിന് വേണ്ടി ഞാൻ 1 കൊടുത്തു. ഇവിടെ 2 ഇൻഫിനിറ്റിയിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, സൗകര്യത്തിന് വേണ്ടി 3 കൊടുത്തു. 3ഉം 4ഉം ഏതും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ f'(x) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, വാല്യൂ കാണേണ്ട ആവശ്യമില്ല. അതോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതില് ഒരു 4 അസൈൻമെന്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7, 8, 9, 10. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 അസൈൻമെന്റുകൾ ചെയ്തിരുന്നു. ഇതിനെല്ലാം നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 7, ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് y' കണ്ടെത്തുന്നു. y' കാണാനുള്ള റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. y' ഈസ് പോസിറ്റീവ് എന്ന് കാണിച്ചാൽ ഇൻക്രീസിംഗ് എന്ന ആൻസർ കിട്ടും. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x. ദ ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ y' കാണുന്നു, y' പോസിറ്റീവ് എന്ന് കൊടുക്കുന്നു. y' പോസിറ്റീവ് ആവുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ചോദ്യം. ഓക്കെ, y' പോസിറ്റീവ് കൊടുത്താൽ എക്സ് എന്തെല്ലാം കിട്ടുമെന്നാണ് ചോദ്യം. 9ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ y' കാണുന്നു, y' ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നിങ്ങൾക്ക് ഈ ഇന്റർവെലിൽ തെളിയിക്കാൻ പറ്റിയാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ റെഡി ആയിരിക്കും. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റർവെൽസ്. ഇന്റർവെൽസ് കാണാനുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ f'(x) എഴുതും. f'(x)ന് 0 എന്ന് കൊടുത്തിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തും. എന്നിട്ട് നമ്മൾ മൊത്തം ഇന്റർവെലിന് എത്ര ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഇന്റർവെൽസ് ആക്കി മാറ്റിയിട്ട് f'(x)ന്റെ സൈൻ നോക്കിയിട്ടാണ് നമ്മൾ കോളം വരച്ചിട്ട് ചെയ്യുന്ന ആൻസർ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മൾ ഈ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷനും കൂടെ ഈ ചാപ്റ്ററിൽ ബാക്കിയുണ്ട്, മാക്സിമ ആൻഡ് മിനിമ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും നല്ല മക്കളാവുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.